ഒരു പുരുഷന് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകുമോ എന്ന് ചോദിച്ചാൽ ചില സന്ദർഭങ്ങളിൽ പോസിറ്റീവ് ആകാറുണ്ട് എന്നാണ് അതിന് ഉത്തരം. അങ്ങനെ പോസിറ്റീവ് കാണിച്ചാൽ എത്രയും വേഗം വൈദ്യസഹായം തേടേണ്ടിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, സ്ത്രീകളാണ് ഗർഭിണിയാവുന്നത് അല്ലേ? കാരണം അവർക്ക് യൂട്രസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ട്. അതിനുശേഷം അവരിലേക്ക് ഫെർട്ടിലൈസ്ഡ് ഓവം വരുന്നു, അതിനെ പൊതിഞ്ഞൊരു പ്ലാസന്റ വരുന്നു. ഈ പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണിന്റെ പേരാണ് HCG, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ. ഈ ഹോർമോൺ ബ്ലഡിൽ നിന്നും യൂറിനിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ സാധാരണ വീടിനകത്ത് പ്രഗ്നൻസി കിറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്യാറുണ്ടല്ലേ. അപ്പം അതിൽ 2 റെഡ് ലൈൻ കാണിക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് നമ്മൾ അറിയും. ഈ ഹോർമോണാണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് നിങ്ങൾ ഗർഭിണിയാണെന്ന്. കാരണം ഈ ഹോർമോൺ വരുന്നത് കുഞ്ഞ് കിടക്കുന്ന അല്ലെങ്കിൽ ഭ്രൂണം കിടക്കുന്ന പ്ലാസന്റയിൽ നിന്നാണ്. അപ്പോൾ ഈ ഭ്രൂണവും പ്ലാസന്റയും ഒന്നുമില്ലാത്ത ഒരു പുരുഷന് എങ്ങനെയാണ് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് അവന് ശരീരം കാണിച്ചു കൊടുക്കുന്ന ഒരു വാർണിംഗ് സൈനാണ്. അതായത് അവന് വരാനിരിക്കുന്ന അസുഖത്തെക്കുറിച്ച് ശരീരം മുൻകൂട്ടി കൊടുക്കുന്ന അവനെ കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് അവനിലെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവുക എന്നുള്ളത്. എങ്ങനെയാണ് പ്ലാസന്റ ഇല്ലാത്ത വ്യക്തിയുടെ ശരീരത്തിൽ പ്ലാസന്റ ഉൽപ്പാദിപ്പിക്കുന്ന HCG എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. പുരുഷന്റെ എക്സ്റ്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ടെസ്റ്റിസിന് എന്തെങ്കിലും വീക്കം വരികയോ പെട്ടെന്ന് അതിൻ്റെ വലിപ്പ വ്യത്യാസം വരികയോ അതുകൂടാതെ അടിവയറ്റിൽ അതുപോലെ പുറം ഭാഗത്തൊക്കെ ശക്തമായിട്ട് പെട്ടെന്നൊരു വേദന വരിക, ഇനി എന്തെങ്കിലും ട്യൂമർ പോലെ ടെസ്റ്റിസിനകത്ത് ഫീൽ ചെയ്യുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം നമ്മളതൊരു പാനിക് ആവാതെ എത്രയും വേഗം ഒരു വൈദ്യസഹായം തേടുക തന്നെ ചെയ്യുക. കാരണം ഇവിടെ നിന്നാണ് ഞാനീ പറയുന്ന HCG എന്ന് പറയുന്ന ഹോർമോണിൻ്റെ തുടക്കം. ഈ ടെസ്റ്റിസിനകത്ത് ട്യൂമർ ഉണ്ടെങ്കിൽ ചില ട്യൂമറുകൾ ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. HCG എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ ഇത് ബ്ലഡിൽ നിന്നും യൂറിനിലേക്ക് എത്തും. അപ്പോൾ നേരത്തെ പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയെന്നൊരു പെൺകുട്ടി എങ്ങനെയാണോ കൺഫേം ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളും ഒരു യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കും പോസിറ്റീവ് കാണിക്കും. കാരണം നിങ്ങളിൽ 2 പേർക്കും, പ്രഗ്നൻ്റ് ആയ വ്യക്തിയിലും പ്രഗ്നൻ്റ് ആവാത്ത പുരുഷൻ്റെ ശരീരത്തിലും HCG എന്ന് പറയുന്ന ഹോർമോൺ വന്നു കഴിഞ്ഞു. അത് മെയിനായിട്ടും നിങ്ങളിലുള്ള ഒരു ട്യൂമർ കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഒരു പുരുഷനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ, അത്രമാത്രം ഒരു വിഷമമായ ഒരു ഘട്ടത്തിലൂടെ ആയിരിക്കും പിന്നീടുള്ള യാത്ര. അപ്പോൾ വൈദ്യസഹായം എത്രയും വേഗം തേടിക്കഴിഞ്ഞാൽ നമുക്ക് ചികിത്സയും അത്രയും വേഗം നമുക്ക് ലഭിക്കും. പഴയ കാലം പോലെയല്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. അസുഖം പെട്ടെന്ന് കണ്ടുപിടിച്ച് നമുക്ക് അസുഖത്തെ എത്രയും വേഗം നമുക്ക് നിയന്ത്രണ വിധേയമാക്കാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പോൾ ഡോക്ടർമാർ ആദ്യം ചെയ്യുന്നത്, നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ ബ്ലഡിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ HCG എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് എത്രയുണ്ടെന്നാണ്. നമ്മളൊരു കാർഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അതിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. നമ്മളുടെ ശരീരത്തിൽ ഹോർമോൺ ഉണ്ടോ ഇല്ലയോ എന്നേ അറിയുള്ളൂ. ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ വാല്യൂ അറിയാൻ പറ്റും. അങ്ങനെ ഡോക്ടർ കറക്റ്റായിട്ട് അതിൻ്റെ വാല്യൂ നിശ്ചയിച്ചതിന് ശേഷം തുടർന്ന് ബാക്കിയുള്ള ടെസ്റ്റുകളിലേക്ക് നീങ്ങും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ടെസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ ടെസ്റ്റുകളാണോ ചെയ്യാനുള്ളത് അതെല്ലാം ഡോക്ടർ എഴുതി ടെസ്റ്റുകൾ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഡോക്ടർ ഡയഗ്നോസിസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ടെസ്റ്റിസിന് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ എത്രയും വേഗം നമ്മളൊരു യൂറോളജിസ്റ്റിനെ പോയി കാണുക. അവരാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നവർ. ആരും ഉപേക്ഷ വിചാരിക്കരുത്. അപ്പം എത്രയും വേഗം കണ്ടുപിടിച്ചാൽ നമുക്ക് എത്രയും വേഗം രോഗമുക്തി നേടാം. ഞാനൊരു മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല. എന്നാലും ഇങ്ങനെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഞാൻ കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത് കേട്ടോ. താങ്ക് യു.